ഇവിടെ നേരത്തെ പറഞ്ഞു ഇതിന്റെ തുടക്കം ഷാഫി ഇവിടെ ഓതി പറഞ്ഞു. എന്റെ കുറച്ച് ലാസ്റ്റ് ഭാഗപ്പ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾക്ക് അറിയില്ല. നിങ്ങളെ ഉസ്താദുമാരോട്, എന്നെ കേൾക്കുന്ന ആളുകൾ സ്നേഹത്തോടെ നിങ്ങൾ ആദരിക്കുന്ന ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, നാരിയ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ട് ഏത് സഹാബിയാ കേട്ടത്? ചോദിച്ചു നോക്കി. സ്വഹാബികൾ ചെല്ലുന്നത് ഏത് താബീങ്ങളാ കേട്ടത്? وعلى آله وصحبه أجمعين أما بعد والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين أما بعد. كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله. ഇനി നമ്മൾ ചെല്ലുന്ന നാരിയത്ത് സ്വലാത്തുണ്ട്. ആ നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ പാടില്ല മുജാഹിദ് പറയുന്നു. എന്താ കാരണം? അത് ഹദീസിൽ വന്നിട്ടില്ല. സക്കരിയ സാൽ പറയുന്നത് കേട്ടോളൂ. നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. റസൂല് കാണിച്ചു തന്ന സ്വലാത്ത് അല്ലാതെ ഒന്നും ചെല്ലാൻ പാടില്ല. നമ്മൾ ചെല്ലണ സലാത്ത് ഹദീസിന്റെ കിതാബിൽ ഉണ്ടാവണം എന്നാ മൗലവി പറയുന്നത്. ഇയാളിത് പറഞ്ഞപ്പോ സുന്നി പ്രസംഗകന്മാർ ഇതിനെ ചോദ്യം ചെയ്തു. ചാലിയത്ത് ഞാനും അയാളുമായി 4 തവണ ഖണ്ഡന പ്രസംഗം നടത്തിയപ്പോ ഞാൻ മുജാഹിദ് മൗലവിമാര് ചൊല്ലുന്ന സ്വലാത്തുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഏത് സ്വലാത്തിന്റെ ഗ്രന്ഥത്തിലാ ഉള്ളത്, ഹദീസിന്റെ കിതാബിലാ ഉള്ളത്, കാണിച്ചു തരണം. മുജാഹിദിന്റെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവി ചൊല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കണ്ടോ, ഇത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്, കാണിച്ചു തരണം അടുത്ത പ്രസംഗത്തിൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല. ടി പി അബ്ദുള്ള കോയ മദനി സംസ്ഥാന പ്രസിഡന്റാണ്. അയാൾ ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുണ്ട്? ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. നിങ്ങൾ കേട്ടോളൂ. ഇനി സക്കരിയ സലാഹി തന്നെ ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത്? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇയാൾ പൊറുതി മുട്ടി. ഒരു പ്രാവശ്യം അയാൾ മുങ്ങി, മറുപടി പറഞ്ഞില്ല, വിട്ടില്ല. പിന്നെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പൊ അവസാനം വെച്ചിട്ട് അദ്ദേഹം ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞിരുന്ന വാദം മാറ്റുന്നു. അത് പ്രശ്നമില്ല, സ്വലാത്ത് ഏതു ഭാഷയിലും ചൊല്ലാം, ഏത് രൂപത്തിലുമാവാം. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി അവിടെ വെച്ച് കുമ്പസരിക്കുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്. ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിന് വിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. കണ്ടോ? അപ്പോൾ ഒരു കുഴപ്പമില്ല, ഏത് ഭാഷയിലുമാവാം. അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ കിതാബിലുള്ളത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് നേതാവാണ് ഈ പറയുന്നത്. അയാള് വാദം മാറ്റുന്നു. ഞങ്ങളെ വക പറഞ്ഞാൽ അയാള് വാദം മാറ്റിയതാണ്. എന്താ വാദം മാറ്റാൻ കാരണം? അത് അയാൾ തന്നെ പറഞ്ഞത് കേൾക്കാം. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റി. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നതാണത്.